ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ പ്രിയങ്കരനായ സഖാവ് സ്വരാജ്, ഐഷാത്ത, വേദിയിലും സദസ്സിലും ഉള്ള ആദരണീയരെ, അതിയായ സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. കുറച്ചു മുമ്പ് ഞങ്ങൾ കുറേ നേരമായി ഐഷാത്തയുമൊത്ത് കോൺഫറൻസ് മുറിയിലിരിക്കുകയായിരുന്നു. ഐഷാത്ത പാടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നാണ് ഞാൻ നിലമ്പൂർ ഐഷയെ ആദ്യമായി കേട്ടത്. ഞാനൊരു മധ്യ തിരുവിതാംകൂർക്കാരിയാണ്. ഡിഗ്രി 2ാം വർഷം KT മുഹമ്മദിൻ്റെ സൃഷ്ടി എന്ന നാടകം ഉപപാഠ പുസ്തകമായി പഠിക്കാനുണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ പഠിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, SFIക്കാരെ സംബന്ധിച്ചിടത്തോളം, കോളേജ് യൂണിയൻ പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളി മുമ്പിലുണ്ട്. കാരണം SFIക്കാരെ കണ്ടാൽ അടിച്ചോടിക്കുന്ന കാലമായിരുന്നു അന്ന് പത്തനംതിട്ടയിലുണ്ടായിരുന്നു. നാടകം പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു, നാടകം കോളേജിൽ കളിക്കണം, അരങ്ങേറണം എന്ന്. അങ്ങനെ നാടകം പഠിച്ചു പോയപ്പോഴാണ് മലബാർ തിരുവിതാംകൂറിനെ പോലെ തന്നെ അതിലും അപ്പുറം നാടകത്തിന്, രാഷ്ട്രീയ നാടകത്തിന്, നാടകങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് എന്ന് തിരിച്ചറിയുന്നത് തന്നെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KPSCയും കാളിദാസ കലാകേന്ദ്രവും സാംബശിവനും ഒക്കെ ഉള്ളൊരു ബാല്യകൗമാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കാം, എൻ്റെ അപ്പൻ MS ജോർജ്, സ്കൂൾ അധ്യാപകൻ, അമ്പലത്തിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ നാടകം കളിക്കുന്ന ആ നവോത്ഥാനത്തിൻ്റെ ഒരു ഘട്ടത്തിലായിരുന്നു എൻ്റെ ബാല്യം എന്നുകൂടി ഞാൻ അങ്ങനെ സർഗാത്മകമായ ആ കാലഘട്ടത്തിൽ നാടകം കളിച്ച് SFI യൂണിയൻ പിടിച്ച് വാങ്ങിയ ഒരു ചരിത്രം എനിക്കുണ്ട്. അപ്പോഴാണ് നിലമ്പൂർ ഐഷാത്തയെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നൊരു 15-20 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി നിലമ്പൂർ ഐഷയെ കാണുന്നത്. ഞാൻ നിലമ്പൂർ ഐഷയെക്കുറിച്ച് ഇവിടെ ഒന്നും ആവർത്തിക്കുന്നില്ല, വേറൊരു വശം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകത്തിൽ പിന്നീട് അവശേഷിച്ചിരുന്ന കുറെ കലാകാരികളെ ആദരിക്കുന്ന ചടങ്ങ് സംഗീത നാടക അക്കാദമി ഹാളിൽ നടക്കുമ്പോൾ നിലമ്പൂർ ഐഷ പങ്കെടുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നിലമ്പൂർ ഐഷയെ കാണാനും കേൾക്കാനും ഞാൻ കോട്ടയത്തുനിന്ന് വണ്ടി കയറി തൃശ്ശൂരെത്തി. ഉഷ ടീച്ചർക്ക് ഉണ്ടായിരുന്നു അതിൽ. നിലമ്പൂർ ഐഷയെ കാണുക, വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോ സാരി നെടുകേ കീറിയിരുന്നു. വളരെ പിന്നിപ്പോയ ഒരു സാരി ഉടുത്തിട്ടാണ് നിലമ്പൂർ ഐഷ അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. രാത്രി കുറച്ച് വൈകിപ്പോയി, പൈസയൊക്കെ വളരെ ചുരുക്കമാണ് ഞങ്ങളുടെ കയ്യിലൊക്കെ. ഞാനും സജിതാ മഠത്തിലും കൂടി ഒരു സാരി വാങ്ങാൻ തൃശ്ശൂർ നഗരത്തിൽ ചുറ്റി. അവസാനം തുറന്നിരുന്ന ഒരു കട, ആ കടയിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ കൊടുത്ത് ഒരു സാരി വാങ്ങി നിലമ്പൂർ ഐഷ എന്ന് പറയുന്ന മഹാകലാകാരിക്ക് കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞു വന്നത് സാരി കൊടുത്ത കാര്യമല്ല, മറിച്ച് 9 പതിറ്റാണ്ട് ജീവിതം പിന്നിട്ട, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ കേരളമാക്കി മാറ്റിയ ഈ മഹാ വ്യക്തിത്വത്തെ 7 പതിറ്റാണ്ട് ജീവിതത്തിലേക്ക് കടക്കുന്ന കേരളം എപ്പോഴെങ്കിലും ആദരിച്ചിട്ടുണ്ടോ? ബഹുമാനിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? അവാർഡുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എന്ത് കൊടുത്തൊരു കീറിയ സാരി ഉടുത്ത് വന്ന് സംഗീത നാടക അക്കാദമി ഹാളിൽ നിന്ന് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ ആദ്യമായി നിലമ്പൂർ ഐഷയെ കാണുന്നത്. ഇന്ന് ഇരുട്ടി വെളുത്താൽ മറ്റൊരു സർക്കാർ വരികയാണ്. വരാൻ പോകുന്ന സർക്കാരിനോട് ഈ മഹാവേദിയിൽ നിന്നുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്തൊക്കെ കൊടുങ്കാറ്റ് വീശിയാലും കേരളത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് നമ്മൾ നിരന്തരം അഭിമാനിക്കുന്നു. ആ അഭിമാനം ഉണ്ടാക്കി തന്ന
മഹാവ്യക്തിത്വങ്ങളുണ്ട്, അൺസങ് ഹീറോസ് ആൻഡ് ഹീറോയിൻസ് ഉണ്ട്. അവരെ ഏറ്റെടുത്ത് അവർക്ക് അന്തസ്സും അഭിമാനവുമുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യാൻ കേരള സർക്കാരിന് ബാധ്യതയുണ്ട്. അവർക്ക് ഇനിയുമുള്ള ജീവിതകാലം സർഗാത്മകമായി ജീവിക്കാനുള്ള സുഖപ്രദമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പുതിയ കേരള സർക്കാരിനോട് ഇവിടെ നിന്ന് ആദ്യത്തെ അഭ്യർത്ഥന നടത്തുകയാണ് ഞാൻ. സ്ത്രീകൾ ഇവിടെ എല്ലാവരും നിലമ്പൂർ ഐഷ എന്ന മഹാനടി, മഹാകലാകാരി, മഹാരാഷ്ട്രീയക്കാരി കേരളത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് വളരെ ക്രിസ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കേരളം നമ്മൾ അഭിമാനിക്കുമ്പോൾ തന്നെ, ഒരുപാട് കാര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ തന്നെ കേരളത്തിലെ സ്ത്രീകളെ പൊതു ഇടത്തിലേക്ക് അംഗീകരിക്കാൻ ഇപ്പോഴും വൈമനസ്യം കാണിക്കുന്ന നാടാണ്. അത് നിലമ്പൂർ ഐഷയുമായിട്ട് ആലോചിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. അതെല്ലാ രംഗത്തും അതാണ്, കലാരംഗത്ത്, സാഹിത്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ തന്നെ, ഔദ്യോഗിക രംഗത്തൊക്കെ തന്നെ. ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ അധിനിവേശം അല്ലെങ്കിൽ വംശഹത്യ നടന്നു തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. നമുക്കറിയാം, യുദ്ധത്തിനും ചില നീതിയൊക്കെ ഉണ്ട്, യുദ്ധത്തിനും ചില ജനാധിപത്യ രീതികളുണ്ട്, ജനാധിപത്യ സംസ്കാരമുണ്ട്. ഇതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് നടന്ന യുദ്ധ പ്രക്രിയയാണ് ഇസ്രയേലും പാലസ്തീനും ഇടയ്ക്ക് നടന്നുകൊണ്ടിരുന്നത്. ഈ യുദ്ധത്തിന്റെ മുന്നണിയിലും പിന്നണിയിലും ഉള്ളവരെല്ലാം പുരുഷന്മാരാണ്. അവരാണ് നിശ്ചയിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ വന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു ഇറ്റാലിയൻ സ്ത്രീ, മനുഷ്യാവകാശ പ്രവർത്തക ഫ്രാൻസിസ്ക അൽബേനിയ എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ UN-ന്റെ പ്രത്യേക റിപ്പോർട്ടറായി ആദ്യമായി ചാർജ് എടുക്കുന്ന വനിതയാണ് അവര്. അതായത് ഔദ്യോഗിക പക്ഷത്തു നിന്ന് തന്നെ പാലസ്തീനിലേക്ക് അവര് പോയി. അത് കഴിഞ്ഞിട്ട് അവര് ലോകത്തിന് നൽകിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ യുദ്ധം, ഈ വംശഹത്യ, സ്ത്രീകളെ കുരുതി കൊടുക്കുന്നത്, കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത് വെറും ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല. നമ്മൾ അറിയുന്ന കാരണങ്ങളല്ല ഇതിന്റെ പിന്നിലുള്ളത്. ഇതിന്റെ പിന്നിലുള്ളത് മൾട്ടിനാഷണൽ കമ്പനികളുടെ ചില പ്രത്യേക ലക്ഷ്യങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഇസ്രയേലും അമേരിക്കയും കൈകോർത്തിരിക്കുന്നതെന്ന് അവർ വളരെ വ്യക്തമായി അക്കമിട്ട് തെളിവോടുകൂടി അവതരിപ്പിച്ചു. ഇത് പലരും പലയിടത്തും പരോക്ഷമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് ഒരു സ്ത്രീ, അവർ ശക്തയായ വ്യക്തിത്വമാണ്, നിയമവിദഗ്ധയാണ്, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. പക്ഷെ അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അവർ അമേരിക്കയും ഇസ്രയേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരമൊരു റിപ്പോർട്ട് കൊടുത്തത്. ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ അവിടെ കണ്ടത്. അമേരിക്ക അവരെ UN-ന്റെ ആസ്ഥാനത്ത് പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോഴും അവരവിടുത്തെ ഉദ്യോഗസ്ഥയാണ്. UN-ന്റെ ആസ്ഥാനത്തേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നില്ല. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇസ്രായേൽ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷെ അവർ പിൻവാങ്ങുന്നില്ല. ഇതാണ് വെടികൊണ്ടിട്ടും ചോര കിനിഞ്ഞ് നാവിൽ ഇറങ്ങുമ്പോഴും നാടകം തുടർന്നു പോകാൻ കഴിയുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യം. ഞാൻ ഗൗരിയമ്മ ഓർക്കും. ആദ്യത്തെ മന്ത്രിസഭ ഓർക്കുമ്പോ ഗൗരിയമ്മ ഓർക്കുമല്ലോ. ഗൗരിയമ്മ റവന്യൂ മന്ത്രി, ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം, ഞാൻ വിശ്വസിക്കുന്നു, പിന്നോക്ക സമുദായക്കാരിയായ വിദ്യാസമ്പന്നയായ KR ഗൗരിയമ്മ റവന്യൂ വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഭാഗികമായെങ്കിലും ഭൂപരിഷ്കരണം ഇവിടെ നടപ്പിലായത്.
അത് ഗൗരിയമ്മ മാത്രം തയ്യാറാക്കിയ ബില്ലൊന്നുമല്ല. പക്ഷേ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അത് കേരളത്തിന്റെ അടിത്തറയായി ഭവിച്ചത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വനിതാ സംവരണ ബില്ലും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും എല്ലാം ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓർക്കുക. ഇന്ന് ജനാധിപത്യം 2 നൂറ്റാണ്ടിലധികമായി ലോകം എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിൻ്റെതായ വലിയ ഗുണം മനുഷ്യ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാം ചിന്തിക്കുമ്പോൾ ജനാധിപത്യപരമായി ചിന്തിക്കാനുള്ള പരിശീലനം സിദ്ധിച്ച ഒരു ജനതയാണ് ഇന്നത്തെ ലോക ജനത. ഇവിടെ ഇപ്പൊ ഫാസിസം എങ്ങനെയാണ് വരുന്നത്? പട്ടാള അട്ടിമറിയോടുകൂടി ഫാസിസം വരും. നേരെ പിടിച്ച് തടങ്കലിൽ കൊണ്ടിടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ജനാധിപത്യത്തിന്റെ മേലുടുപ്പ് ധരിച്ചുകൊണ്ടാണ് ഇന്ന് നവഫാസിസം നമ്മിലേക്ക് വരുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വനിതാ സംവരണ ബില്ല്. ഞങ്ങളൊക്കെ എത്ര കാലമായി എത്ര വേദികളിലായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ 2023 വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ സന്തോഷിച്ചു, ഉള്ളിൽ സന്തോഷിച്ചു. എന്തായാലും മുടിഞ്ഞു പോകാൻ BJP ആണെങ്കിൽ BJP കൊണ്ടുവന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ അവസ്ഥ എന്താണ്? ഇതാണ് ഇന്ന് കാണുന്ന ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ ഒരു അലങ്കാരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന വ്യവസ്ഥ. കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. പക്ഷെ BJP കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. ആ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ തന്നെയാണ് ഫാസിസം നമ്മളെ അവരും ഞങ്ങളുമാക്കി മാറ്റുന്നത്. ഞങ്ങളും അവരും എന്നുള്ള നിലയിൽ ജനതയെ വേർപിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന വിലപിടിപ്പുള്ള മനുഷ്യ ജീവിതങ്ങളുണ്ട്. കേരളത്തിന് ഒരുപാട് പേരെ എടുത്തു കാണിക്കാനുണ്ട്. സാമൂഹ്യ മൂലധനം, ജൈവ മൂലധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പിടി വ്യക്തിത്വങ്ങൾ നമുക്കുണ്ട്. അവർ ജീവിച്ചിരുന്നുകൊണ്ടാണ്. ഗൗരിയമ്മയുടെ ആത്മകഥയ്ക്ക് ഒരു ആമുഖത്തിൽ എഴുതുന്നുണ്ട് എങ്ങനെയാണ് കുമാരനാശാന്റെ കൃതികൾ കേരളത്തെ മാറ്റിമറിച്ചതെന്ന്. അക്ഷരമറിയാത്ത നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രിയാകുന്നത് വരെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പണിയാളരായുള്ള മനുഷ്യർ എങ്ങനെയാണ് ചിന്താവിഷ്ടയായ സീതയും നളിനിയും ലീലയും വീണപൂവും കേട്ട് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് സ്വന്തം പ്രേയസിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് എങ്ങനെയെന്ന് മനോഹരമായ ഭാഷയിൽ ഗൗരിയമ്മ എഴുതുന്നുണ്ട്. ഇതായിരുന്നു കേരളം. ഇതെല്ലാം നമ്മളുടെ സോഷ്യൽ ക്യാപിറ്റലാണ്. ഈ സോഷ്യൽ ക്യാപിറ്റലിനെ മറന്നു കളയുക വലിയ പാതകമാണ്. നമ്മൾ ജീവിച്ചു വന്ന നടന്നു വന്ന വഴികളെ മുറിച്ചു കളയുന്നതിന് തുല്യമാണ്. ആ പട്ടികയിൽ ഒന്നാമത് അടുത്ത സർക്കാർ നിലമ്പൂർ ഐഷയുടെ പേര് എഴുതി ചേർക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.